ഏറെ സ്നേഹധനയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബു സിർ, രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. ആ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ രഹസ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അറിയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിൽ ഏറെ സുപ്രധാനമായ ഒരു കാര്യമാണ് മദീനയിലുള്ള കപടന്മാരായ ആളുകൾ, മുനാഫിക്കുകളായ ആളുകൾ ആരൊക്കെയാണ് എന്ന് വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കുകയും തന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിനു ശേഷം ആ മുനാഫിക്കുകൾ ആരും തന്നെ ഇസ്ലാമിക ഭരണത്തിന്റെ ശിരാകേന്ദ്രങ്ങളിൽ ഉണ്ടാവരുത് എന്ന ഒരു ലക്ഷ്യം കൂടി അതിനുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പല സ്വഹാബത്തിനും അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു രഹസ്യം അത് ഹുദൈഫയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും വഫാത്ത് കഴിഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഏതാനും കാലം കഴിഞ്ഞപ്പോൾ ഖലീഫയായിട്ടുള്ള അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫയെ വിളിക്കുകയാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാനെ വിളിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് വളരെ പതിഞ്ഞ സ്വരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എന്ത് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് ആരാണ് ഉമർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ സ്ഥാനം അബൂബക്കറിനാണെങ്കിൽ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന എന്നിങ്ങനെ 10ഓളം സ്വഹാബിമാർ സ്വർഗാവകാശികളാണ്, അവർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ട്. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പുഞ്ചിരിച്ചുകൊണ്ട് വലിയ ഒരു വാചകം സഹാബത്തിനോടായിക്കൊണ്ട് പറഞ്ഞു, ഉമർ ഒരു വടിയിൽ കയറിയാൽ പിശാച് ആ വടിയിൽ കയറില്ല. പിശാചിന് വരെ ഭയപ്പാടുള്ള വ്യക്തിയാണ് ഉമർ എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും വലിയ സ്ഥാനമുള്ള, അത്രയും വലിയ പോരിശയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നത്. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യാ ഹുദൈഫ അൻഷുദുകല്ലാഹ് ഹൽ സമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുനാഫിഖീൻ. വളരെ പതിഞ്ഞ സ്വരത്തിൽ ഉമർ വളരെ രഹസ്യമായി കൊണ്ട് പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫയെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ഹുദൈഫ, അല്ലയോ ഹുദൈഫ, അൻഷുദുകല്ലാഹ്, അല്ലാഹനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുന്നു. ഹൽ സമ്മാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുനാഫിഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ പേരെണ്ണിയ കൂട്ടത്തിൽ എൻ്റെ പേരെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ആരാണ് ചോദിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഇല്ല, പക്ഷേ വലാ ഉസക്കി അഹദൻ ബഅദക്, താങ്കൾക്ക് ശേഷം ഒരാൾക്ക് വേണ്ടിയും ഞാൻ ഇതിന്റെ രഹസ്യങ്ങൾ ഇനി പരസ്യമാക്കൂല. നിങ്ങളുടെ പേരില്ല, വേറൊരാൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കൂല.
ഇവിടെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ആ ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ പേരെണ്ണിയതിൽ എൻ്റെ പേരുണ്ടോ? ആ ചോദ്യത്തിന് വലിയ ഒരു ആഴമുണ്ട്. അവരത്രയും ഈമാനുള്ള ആളുകളായിട്ട് കൂടി അവരുടെ ഉള്ളിലൊരു ബേജാർ, എനിക്ക് ഈമാനിൽ വല്ല കുറവുണ്ടോ? ഞാനെങ്ങാനും നിഫാക്കുള്ള ഒരു കപടനാണോ ഞാൻ? എന്റെ വ്യക്തി ജീവിതത്തിൽ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോ? ആ പേരുകൾ പ്രിയപ്പെട്ടവരെ അവരുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു ചിന്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഈമാനൊക്കെ ഉള്ളേ, നമുക്കൊക്കെ ഈമാനുണ്ട്, ഈമാനിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ആ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ അവർക്കുണ്ടായതെങ്കിൽ ഇന്നത്തെ ഖുതുബയിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മളോട് ചില ചോദ്യങ്ങളാണ്. നമ്മളൊക്കെ സമാധാനിക്കുന്ന ഒരു കാര്യമുണ്ട്, അൽഹംദുലില്ലാഹ് ഞാനൊക്കെ ഒരു ഈമാനുള്ള ഒരാളാണ്. മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരെക്കാൾ നിസ്കരിക്കുന്ന ആളാണ് ഞാൻ, അവരെക്കാൾ ഖുർആൻ ഓതുന്ന ആളാണ് ഞാൻ, അവരെക്കാൾ ദീനുള്ള ഒരാളാണ് ഞാൻ, അവരെക്കാൾ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിലക്കും ഇടപെടുന്ന ആളാണ് ഞാൻ. എന്നാൽ നമ്മളിൽ ഈമാനുണ്ടോ? നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണോ? അത് പരിശോധിക്കാനുള്ള 10 കാര്യങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ വെറും 10 കാര്യങ്ങൾ നമ്മുടെ ഈമാൻ പരിശോധിക്കാനുള്ള അളവുകോലുകളാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ വാചകങ്ങളും പറയുമ്പോൾ, ഇതിലുള്ള ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് നമ്മൾ സ്വന്തത്തോട് ചോദിക്കുകയാണ് വേണ്ടത്, മറ്റുള്ളവരെയല്ല. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ ഇങ്ങനെയാണ്, എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെയാണ്, എൻ്റെ അയൽവാസി ഇങ്ങനെയാണ്, ഒന്നും വേണ്ട. ഞാൻ എങ്ങനെയാണ്, എൻ്റെ ജീവിതം എന്താണ്? ഈ ഒരു അളവുകോലിലേക്ക് നമ്മൾ വരും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ല ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ വിജയിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം. ഒന്നാമത്തെ വിഷയം നമസ്കാരമാണ്. അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, എന്റെ നമസ്കാരം ഒരു പേരിന് മാത്രമായി, ഒരു ചടങ്ങിന് വേണ്ടി നിർവഹിക്കുന്ന ഒന്നാണ്. കാരണം വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിച്ച വിശ്വാസികളെ കുറിച്ച് പറയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്താണ് ആ വിശ്വാസിയുടെ പ്രത്യേകത? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവന്റെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ആളായിരിക്കും, ഭയഭക്തി ഉണ്ടായിരിക്കും. ഇവിടെ അവൻ നിസ്കരിക്കുന്നവനായിരിക്കും എന്നല്ല പറഞ്ഞു. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ കാര്യങ്ങൾ നിസ്കരിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ ബോധമുള്ളത് കൊണ്ടാണ് സമയമാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും പള്ളിയിലേക്ക് എത്തിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരം ഒരു ചടങ്ങാണ്. ആ ചോദ്യം അത് നമ്മളോട് തന്നെയാണ്. നമ്മളിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, അതിലൊന്നും ഒരു കുറവും വരുന്നില്ല. പക്ഷേ നിസ്കരിച്ചതിന് ശേഷം, നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിക്കേണ്ടവനാണെന്ന ബോധമോ, നിസ്കരിക്കുന്ന സമയത്ത് ഞാനിതാ നമസ്കാരത്തിലാണെന്ന ചിന്തയോ, നമസ്കാരം കഴിഞ്ഞാൽ ഞാൻ നമസ്കരിച്ചു കഴിഞ്ഞു, എന്റെ റബ്ബിനോട് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആ ഒരു മനസ്സമാധാനം നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്നു. അതിങ്ങനെ ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ നിർവഹിക്കുന്നു. ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആ പള്ളിക്ക് സമയമായി, ഞാൻ പള്ളിയിൽ പോട്ടെ, പോകുന്നു, നമസ്കരിക്കുന്നു, ആരെ കണ്ടോ നോക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിനപ്പുറത്തേക്ക് ആളുകൾ കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആളുകൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മുടെ പ്രകടമായ നമസ്കാരം പലർക്കും അറിയാം. പക്ഷേ അതിന്റെ ഉള്ളിലുള്ളത് ഖുശൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയഭക്തി എന്ന് പറഞ്ഞാൽ, അത് അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹിനോടുള്ള അഭിമുഖ സംഭാഷണമാണെന്ന ചിന്തയിൽ നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കൂട്ടുന്നത്. ഒരു യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക് ഒരു ശത്രു അമ്പെയ്യുകയാണ്. കാല് തുളച്ചു കയറി, ശക്തമായ വേദന വരുന്നുണ്ട്. അതിൽ തൊടുമ്പോഴേക്ക് അദ്ദേഹത്തിന് വേദന വരാൻ തുടങ്ങി.
ആളുകൾ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ആ സമയത്ത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഞാൻ എൻ്റെ റബ്ബിലേക്ക് അടുക്കുന്ന സമയമാകുമ്പോ നിങ്ങളത് മെല്ലെ വലിച്ചൂരിക്കോ, എനിക്കൊരു വേദനയും വരില്ല. അതേ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. നിസ്കാരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിലുള്ള ആ ഒരു അമ്പ് വലിച്ചൂരുകയാണ്. അദ്ദേഹം അത് അറിയുക തന്നെ ചെയ്തില്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരു ചിന്തയും വരാത്ത രൂപം. കാരണം എൻ്റെ റബ്ബിനോടുള്ള മുനാജാത്ത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വിഷയം, നമുക്ക് ഈമാനുണ്ടോ എന്ന് അളവുകോലും പരിശോധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, നമ്മുടെ നമസ്കാരം ഒരു ചടങ്ങ് മാത്രമാണോ, അതല്ല ആത്മാർത്ഥതയുള്ള ഖുശൂഅോടുകൂടിയുള്ള നിസ്കാരമാണോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈമാനിൽ കുറവുണ്ട്. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ കലാമായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഖുർആൻ കേൾക്കുന്ന സമയത്തിൽ എൻ്റെ ഹൃദയത്തിൽ വല്ല മാറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. ഖുർആൻ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വല്ല മാറ്റമുണ്ടോ? കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരാണ് വിശ്വാസി? ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ച ആയത്ത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അവരുടെ ഈമാൻ വർദ്ധിക്കും. ആർക്ക്? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത്, ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ അധികരിക്കുക തന്നെ ചെയ്യും. വിശ്വാസിന്റെ ക്വാളിറ്റിയാണ്, വിശ്വാസിയുടെ ക്വാളിറ്റിയാണത്. ഖുർആൻ കേൾക്കുമ്പോൾ മാറ്റം വരിക. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഖുർആനിലെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല നിരച്ച ആയത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ചില ആയത്തുകൾ അവതരിച്ചപ്പോഴാണ്, അതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല നരച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ ആയത്തുകൾ, ആ സൂറത്ത് അവതരിച്ചതിന് ശേഷം പ്രവാചകന്റെ തല നരപ്പിച്ചു എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ബോധം കെട്ട് വീടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട്. നിങ്ങൾക്കറിയുമോ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും, തന്റെ ഭരണീയരായ ആരെങ്കിലും വല്ല പ്രയാസപ്പെടുന്നുണ്ടോ തന്റെ പ്രജകൾ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ ഒരു വീട്ടിൽ നിന്ന് സുന്ദരമായ ഖിറാഅത്ത് കേൾക്കുകയാണ്. ഒരാൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കെ സുന്ദരമായി ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെന്നു. ആ വീടിന്റെ അടുത്ത്, അതിന്റെ ചുമരിന്റെ അടുത്തായി പോയി നിൽക്കുകയാണ്, ആ ഖിറാഅത്ത് കേൾക്കണമെന്ന് ഉദ്ദേശിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറാണ് അത് ഓതിക്കൊണ്ടിരിക്കുന്നത്. അതിലിങ്ങനെ ആയത്തെത്തി. രണ്ടായത്തുകൾ ആ മനുഷ്യൻ പാരായണം ചെയ്തതും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തന്റെ തല കറങ്ങാൻ തുടങ്ങി. അദ്ദേഹം മതിലിലേക്ക് പിടിച്ചു. അവിടെ അദ്ദേഹം വീണുപോയി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് തന്റെ റൂമിലേക്ക്, തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഒരു മാസക്കാലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഗിയായിട്ട് കിടന്നു. അദ്ദേഹത്തെ കാണാൻ പലരും വന്നു. ആർക്കും രോഗം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്താണ് ആ രോഗത്തിന്റെ കാരണമെന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ രോഗിയാക്കിയ ആയത്ത് ഏതാണെന്നറിയുമോ? ഇന്ന അദാബ റബ്ബിക ലവാഖിയ, ഇന്ന അദാബ റബ്ബിക ലവാഖിയ മാ ലഹു മിൻ ദാഫിയ. ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇന്ന അദാബ റബ്ബിക ലവാഖിയ, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുന്നത് തന്നെയാണ്. നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അതെന്തായാലും സംഭവിക്കും. മാ ലഹു മിൻ ദാഫിയ, ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിനെ തടുക്കാനോ ഒരാൾക്കും കഴിയൂല. ആരാണ് ഉമർ? ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോ ഒട്ടേറെ രാജ്യങ്ങളുടെ ഭരണാധികാരിയാണ്, ചക്രവർത്തിയാണ്, അവരുടെ എല്ലാമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ബേജാറ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മൾ എത്ര വട്ടം ഓതിയിട്ടുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എത്ര ആയത്തുകൾ നമുക്ക് കേട്ടിട്ടുണ്ട്?
പല സ്വഹാബത്തും ഇസ്ലാം സ്വീകരിക്കാനുണ്ടായത് ഇന്നാലിന്ന ആയത്ത് കേട്ടതിന് ശേഷമാണ് ഞാൻ ഇസ്ലാമിനെ പഠിച്ചത് എന്നവർക്ക് പറയാനുണ്ട്. അവരുടെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിക്കപ്പെട്ടപ്പോ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങി അവർ പൂർണ്ണമായി അതിൽ നിന്നും മാറി നിന്ന ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളോട് ചോദിക്കാം, ഈ കാലത്തിനിടക്ക് ഒരുപാട് തവണ നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട്, ഒരുപാട് നമ്മൾ അർത്ഥം വായിച്ചിട്ടുണ്ട്. എന്തിനേറെ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്തും പലപ്പോഴും ഖുർആനിന്റെ അധ്യാപനങ്ങൾ എങ്ങനെ എഴുതുന്നതും വായിച്ചതും ഒക്കെയായി നമ്മൾ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 6236 ആയത്തിൽ ഏത് ആയത്താണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്? ഏത് ആയത്ത് വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇന്ന ഹറാം ഒഴിവാക്കിയത് എന്ന് നമുക്ക് പറയാൻ കഴിയാം? ഏത് ആയത്താണ് എന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിച്ച രൂപത്തിൽ എന്റെ മനസ്സിനെ മാറ്റം വരുത്തി എന്ന് പറയാൻ പറ്റുന്നത്? ഇതൊരു തമാശയല്ല. നമ്മൾ ഖുർആനിന്റെ വിഷയത്തിൽ ഖുർആൻ അത് എന്റെ അധ്യാപനമാണ്, അള്ളാഹുവിന്റെ അധ്യാപനമായി എനിക്ക് ലഭിക്കപ്പെട്ടതാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിട്ടും ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ ഇപ്പോഴും എവിടെ? 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം പറഞ്ഞിരുന്നു. ആ 3 ആഴ്ചക്ക് ശേഷം ഇത്രയും ദിവസത്തിനിടയിൽ എവിടെയാ നമ്മുടെ ഖുർആൻ പഠനം? ഇപ്പോഴും നമ്മൾ തുടങ്ങാൻ നിൽക്കണുള്ളൂ, ആലോചിക്കുന്നുള്ളൂ, ചർച്ച ചെയ്യുന്നുള്ളൂ. പരിശോധിക്കട്ടെ, സമയമാവട്ടെ, എനിക്ക് ഒഴിവില്ല, എന്തെല്ലാം കാരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ ദുനിയാവിന്റെ വിഷയമാണെങ്കിൽ, നമ്മുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ നിയമമാണെങ്കിൽ അതിന് എത്ര സമയം എടുത്തുകൊണ്ടും നമ്മൾ ഇറങ്ങിച്ചെല്ലും. അവിടെ നമുക്ക് സമയം പ്രശ്നമാകൂല, സമ്പത്ത് പ്രശ്നമാകൂല, നമ്മുടെ ഈ ദുനിയാവിന്റെ ഒരു കാര്യവും നമുക്ക് പ്രശ്നമാകൂല. എന്നാൽ അള്ളാന്റെ ദീനിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോ, ഖുർആൻ പഠനത്തിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോ ഇന്ന് നമുക്ക് സമയമായിട്ടില്ല എന്നതൊക്കെ തുടങ്ങുക. ഞാൻ ഇത്ര വൈകാരികമായിട്ട് പറയാനുള്ള കാരണം, നമ്മൾ പറയുന്ന ഓരോ കാരണങ്ങൾ കേൾക്കുമ്പോൾ അള്ളാഹുക്ക് നമ്മളെ വെറുതെ വിടണപ്പെടും. 5-10 കൊല്ലായി നമ്മളൊക്കെ ദീനിന്റെ പഠിക്കാന്ന് പറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് തുടങ്ങുന്ന വിചാരിക്കണം. നമ്മുടെയൊക്കെ ഈമാൻ പരിശോധിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണീട്ടുള്ളത്. ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ കേട്ടിങ്ങനെ പോണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും എങ്കിൽ നമ്മുടെ ഈമാനിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഈമാൻ പരിശോധിക്കാനുള്ള മൂന്നാമത്തെ വിഷയം, മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ എനിക്ക് അസൂയ തോന്നുന്നുണ്ടോ എന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹൈറുണ്ട് എന്ന് പറയുമ്പോഴേക്ക് അപ്പൊ നമുക്ക് ഇങ്ങനെ ആകെ ഒരു അസ്വസ്ഥത ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാളും തന്നെ വിശ്വാസിയാകില്ല, ഹത്താ യുഹിബ്ബ ലി അഖീ മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ. തനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താ, അത് തന്റെ സഹോദരന് കിട്ടണം. എനിക്കൊരു വീട് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ, എന്നാൽ എന്റെ സഹോദരനും അത് കിട്ടണം. എനിക്ക് രോഗമില്ലാത്ത ഒരു ശരീരം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എങ്കിൽ അവനും അത് വേണം. ആ ചിന്ത ഉണ്ടാവണം. ഒരാളെ കുറിച്ചും ഒരസൂയയോ ആ തരത്തിലുള്ള ചിന്തകളോ ഒന്നും ഒരു വിശ്വാസിക്കിട്ടണം. അവന്റെ ഈമാൻ അളക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. അവിടെയാണ് നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു സഹാബിയുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നത്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്, നബിയും സഹാബത്തും ഇങ്ങനെ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇപ്പോ ഈ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരും, അയാൾ ഒരു സ്വർഗാവകാശിയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബിമാരെല്ലാവരും മദീന പള്ളിയുടെ കവാടത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കണം. എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുമ്പോ ഒരു മനുഷ്യൻ വുളു എടുത്തുകൊണ്ട് അയാളുടെ കയ്യിൽ അയാളുടെ ചെരിപ്പ് പിടിച്ച് അയാളുടെ മുഖത്തും താടിയും ഒക്കെ ഇങ്ങനെ വെള്ളം നനഞ്ഞ രൂപത്തിൽ വന്ന് അയാൾ ഇങ്ങനെ ആ സദസ്സിലേക്ക് എത്തി നോക്കി. എന്നിട്ട് അയാൾ അങ്ങനെ പോയി. സഹാബത്തിന് മനസ്സിലായി ആരാണ് ആ ഭാഗ്യവാൻ. പിറ്റേ ദിവസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാചകം വീണ്ടും പറഞ്ഞു, ഈ ഒരു സദസ്സിലേക്ക് സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ കടന്നു വരും. കഴിഞ്ഞ ദിവസം വന്ന അതേ സ്വഹാബി വീണ്ടും വന്നു. അദ്ദേഹം അതേപോലെ തന്നെ തിരിച്ചുപോയി. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചു. സ്വാഭാവികമായിട്ടും സഹാബത്തിന് സംശയം, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു
ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അദ്ദേഹം നേരെ ഈ സ്വഹാബിന്റെ വീട്ടിലേക്ക് ചെല്ലണം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ചില പ്രയാസങ്ങൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഞാൻ നിൽക്കട്ടെ ഒരു 3 ദിവസത്തേക്ക്. സ്വഹാബി സമ്മതിച്ചു. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിൽക്കണം. 3 ദിവസം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബിനെ വിളിച്ചിട്ട് പറയാണ്, ഞാനും എൻ്റെ വീട്ടുകാരും തമ്മിൽ ഒരു പ്രശ്നമില്ല, പക്ഷേ ഞാൻ നിങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു പറഞ്ഞു, ഈ സദസ്സിലേക്ക് വരുന്ന ഒരാൾ അയാൾ സ്വർഗ്ഗാവകാശിയാണെന്ന്. ആ 3 ദിവസവും വന്നത് നിങ്ങളാണ്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഇത് കേട്ടപ്പോ ആ സ്വഹാബി ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ നോക്കിയോ? എന്നെ നിങ്ങൾ പരിശോധിച്ചപ്പോ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഉടനെ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ചെയ്യണതായിട്ട് കാണുന്നില്ല. നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെ നിങ്ങളും ചെയ്യുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒരു പുണ്യം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത്? ആ സമയത്ത് ആ സ്വഹാബി പറയാണ്, നിങ്ങൾ കണ്ട ആ പ്രവർത്തനങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും ഉറപ്പിക്കാറുണ്ട്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരാളോടും വിദ്വേഷമില്ല, വെറുപ്പില്ല, അസൂയയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ ഞാൻ ഉറങ്ങും. എൻ്റെ മനസ്സിൽ ഒരാളോടും ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. ആ ഒരു ചിന്തയിലാണ് ഞാൻ ജീവിക്കാറ്. ഒരു പക്ഷേ അതായിരിക്കാം. ഈ വാക്ക് പറഞ്ഞതും അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, എങ്കിൽ അത് തന്നെയാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ പരിചയക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലർക്കും പല വിധത്തിലുള്ള ഖൈറുകൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് അവർക്കൊരു ജോലി കിട്ടിയാൽ അപ്പൊ നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടാകും. അവർ ഒരു വീട് വെക്കുകയാണെന്നറിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷമുണ്ടാകും. അവരൊരു പുതിയ വാഹനം വാങ്ങുമ്പോഴേക്ക്, അവർക്ക് എന്തെങ്കിലും ഭൗതികമായ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കൊക്കെ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിൽ കുറവുണ്ട്, ഉറപ്പാണ്. കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുക മാത്രമല്ല, നമ്മുടെ അമലുകൾ വരെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അവരുമായിട്ട് വല്ലാത്ത ഒരു വെറുപ്പിലേക്ക് നമ്മൾ പോകും. പിന്നെ മുഴുവൻ ചിന്തയും അയാളെ എങ്ങനെ ഇല്ലാതാക്കണം, അയാൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എങ്ങനെ ഇല്ലാതായി തീരും, ഈ ചിന്തയിലേക്ക് പോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈമാൻ നമുക്ക് വേണോ? ഈ പറഞ്ഞ കാര്യം, ഒരാളോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ, അസൂയയില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. 4ാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്റെ നാവ് കൊണ്ട് ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ? എന്റെ നാവിനെ അനാവശ്യങ്ങളിൽ നിന്ന് ഞാൻ നിയന്ത്രിക്കുന്നുണ്ടോ? ഇത് ഒരാൾ പരിശോധിക്കുന്നത്. അയാൾക്ക് ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളമാണ് അയാളുടെ നാവ് എല്ലായിടത്തും പോയിട്ട് സംസാരിക്കൂല, എല്ലാത്തിലും പോയി അഭിപ്രായം പറയൂല, ആവശ്യമുള്ള കാര്യത്തിൽ മാത്രം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയകുൽ ഖൈറ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, ഔ അല്ലെങ്കിൽ ലിയസ്മുത്, മിണ്ടാതെക്കട്ടെ. പറയുകയാണെങ്കിൽ നല്ലത് പറയാം, അല്ലെങ്കിലോ മിണ്ടാതെക്ക. കാരണം നാവ് എന്നുള്ളത് ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഒരുപാട് സംസാരിക്കുക ചെയ്യാം. ചില ആൾക്കാർ ഇങ്ങനെ, എന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയും, എന്റെ സ്വഭാവം അങ്ങനെ, അങ്ങനെ വെറുതെ വർത്താനം പറയും. എങ്കിൽ അങ്ങനെ സംസാരിക്കുന്നവർ സൂക്ഷിച്ചു. ആ വെറുതെയുള്ള സംസാരങ്ങളൊക്കെ ഒരു പക്ഷേ പരദൂഷണമോ അസൂയയോ കളവോ ഒക്കെയായി പ്രചരിപ്പിക്കപ്പെട്ട് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും. നിങ്ങൾക്കറിയുമോ, നമ്മുടെ നേതാക്കന്മാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതത്തിലുള്ള ഒരു സംഭവം. എന്തോ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ, നബി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളതാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ കണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ നാവ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് അങ്ങനെ കരയുന്നുണ്ട്. ആ നാവ് പിടിച്ചിട്ടാ കരയുന്നത്. ഇത് കണ്ടതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഗഫറല്ലാഹു ലക, നിങ്ങൾ പിടിയത്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കണേ? എന്താണ് ആ വിഷയത്തിന്റെ ഗൗരവം എന്ന് മനസ്സിലാക്കാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഹാദാ ഔറദനിൽ മവാരിദ്,
ഇതാണ് എന്നെ അപകടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. ഒന്ന് തീരുമ്പോഴേക്ക് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ നാവ. ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആൾ. അദ്ദേഹത്തിന് ബേജാറാണ്. തന്റെ സംസാരം കൊണ്ടും തന്റെ വാക്കുകൾ കൊണ്ടും എന്റെ പരലോകം നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എന്തെല്ലാം പറയാം, എന്തെല്ലാം പറയാൻ പാടില്ല, ഇതൊക്കെ ഒരു ധാരണ പഠിപ്പിക്കപ്പെട്ടവരാ നമ്മൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാവ് കൊണ്ട് ചില ആൾക്കാർ നരകത്തിലേക്ക് എത്തുന്നു. നാവ് കാരണത്താൽ നരകത്തിലേക്കെത്തും. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന വല്ലതും എന്റെ നാവിലൂടെ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പാപങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറ്റബോധം തോന്നാറുണ്ടോ എന്ന് ചോദിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈമാൻ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ അഞ്ചാമത്തെ കാര്യം, ഒരു തെറ്റിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാകും. പടച്ചോനെ, ഇത് എനിക്ക് ചെയ്യാൻ പറ്റൂലല്ലോ, ഞാനിത് ചെയ്യാൻ പാടില്ലാത്ത ആളാണല്ലോ, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യാനൊക്കെ പറ്റുമോ? ആ ഒരു പേടി ഉണ്ടാകണം. അവിടെയാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാലേ, അവൻ ഒരു തെറ്റ് ചെയ്യാ എന്ന് പറഞ്ഞാൽ ഒരു മല തന്റെ തലക്ക് മുകളിൽ ഇപ്പൊ വന്ന് വീടും എന്ന പേടിയോടുകൂടി താഴെ നിൽക്കുന്ന ഒരാളുടെ അവസ്ഥയായിരിക്കും. ആ ഒരു പേടി എനിക്കുണ്ടാവും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കഴിഞ്ഞ ദിവസം വയനാട് വെച്ചുകൊണ്ടുള്ള ഒരു അപകട വാർത്ത നമ്മൾ കണ്ടു. അതിന്റെ ദൃശ്യം നമ്മൾ കണ്ടു. പലരും ചോദിച്ചു, ഒരു മനുഷ്യൻ അങ്ങോട്ട് ഇങ്ങനെ ഓടിച്ചെല്ലുന്ന സമയത്ത് എന്തിനാ അങ്ങോട്ട് ഓടിച്ചെന്നത്? കാരണം അങ്ങനത്തെ ഒരു അപകടം കാണുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകേണ്ട ആളാണ്. അവിടെ പൊട്ടും എന്നുറപ്പുണ്ടെങ്കിൽ അവിടേക്ക് അടുത്തു പോകരുതെന്ന് ചിന്തിക്കുന്നവരാ നമ്മൾ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രയോഗമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവന്റെ തലക്ക് മുകളിലെ ഒരു മല ഇങ്ങനെ നിൽക്കുകയാണ്. ഏത് സമയത്തും അത് പൊട്ടി അവന്റെ തലയിലേക്ക് വീഴും എന്ന പേടി അവനുണ്ടാകും. അതെങ്ങാനും എന്റെ തലയിലേക്ക് വീഴുവോ, ഞാനെങ്ങാനും ആ ഒരു ഹറാമിൽ പെട്ടുപോകുമോ എന്ന പേടി അവനുണ്ടാകും. എന്നാൽ തെമ്മാടി അതാരാന്നറിയോ? എത്ര വലിയ തെറ്റോ അവന്റെ അടുത്ത് വരികയാണെങ്കിലും അവന്റെ മൂക്കിന്റെ ഭാഗത്ത് വന്നു നിൽക്കുന്ന ഒരു ഈച്ചയെ പോലെ അവൻ കാണുള്ളൂ. അതൊക്കെ ഇങ്ങനെ പാറി നടക്കും, അതിലൊന്നും വലിയ കാര്യമില്ല. അതൊരു അസ്വസ്ഥമായി മാത്രം, അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മളെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു കുത്തുണ്ടാക്കുന്ന രൂപത്തിൽ, ഒരു കുറ്റബോധം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, ജീവിതത്തിൽ അറിയാതെ പറഞ്ഞ ഒരു പ്രവർത്തനം, ഒരു ആംഗ്യം കാണിച്ചതിന്റെ പേരിൽ ദിവസങ്ങളോളം കരഞ്ഞ ഒരു സ്വഹാബിയുണ്ട്. ദിവസങ്ങളോളം മദീന പള്ളിയുടെ ചുമരിൽ സ്വയം ബന്ധിതനായി കൊണ്ടുവന്ന ഒരു സ്വഹാബിയുണ്ട്, മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരിൽ മദീനത്ത് ഒരു തൂണ് വരെ നമുക്ക് കാണാൻ പറ്റും. ഉസ്തുവാനത്തു അബീ ലുബാബ, അബൂ ലുബാബയുടെ തൂണ് എന്ന ആ തൂണിന്റെ പേര്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് കിട്ടിയത്, അല്ലെങ്കിൽ ആ തൂണിന് ആ പേര് കിട്ടിയതെന്നറിയോ? ഇസ്ലാമിക ചരിത്രത്തിൽ ജൂതന്മാരായ ആളുകൾ വലിയ ഒരു വഞ്ചന കാണിച്ചു. ആ ജൂതന്മാരുടെ വിഷയത്തിൽ, ബനൂ ഖുറൈള ഗോത്രക്കാരുടെ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു രഹസ്യമായിരുന്നു, സൈനിക രഹസ്യമായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന് അറിയാം. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു മദീനക്കാരനായതുകൊണ്ട് തന്നെ പണ്ടേ ബനൂ ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രത്തോട് വലിയ അടുപ്പമുണ്ടായിരുന്നത് കൊണ്ട് ബനൂ ഖുറൈളക്കാര് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ ഒരു ക്ഷണം നടത്തണം, നിങ്ങൾ നമ്മുടെ വീട്ടിൽ ഒന്ന് വരും. അങ്ങനെ എല്ലാവരും കൂടിയിരുന്നു. അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ബനൂ ഖുറൈളക്കാര് രഹസ്യമായി ചോദിക്കുകയാണ് അബൂ ലുബാബനോട്, ഞങ്ങളിങ്ങനെ നബിന്റെ അടുത്ത് ചെല്ലണമെന്നുണ്ട്, ഞങ്ങൾ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളെ പിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നബി ചെയ്യാം? അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം തന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു വരങ്ങനെ വരച്ചു കാണിച്ചു.
നിങ്ങളുടെ പ്രവാചകന്റെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ അത്രയും വലിയ വഞ്ചന കാണിച്ചതുകൊണ്ട്, മദീനക്കാർക്കെതിരെ വഞ്ചന കാണിച്ച് ശത്രുക്കളെ സഹായിച്ചതുകൊണ്ട് നിങ്ങളെ കൊല്ലുമെന്നുള്ളത് തന്നെയാണ് ആ സൂചന. പക്ഷെ അതൊരു സൈനിക രഹസ്യമാണ്. അറിയാതെയാണെങ്കിലും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആംഗ്യത്തിൽ അത് പെട്ടുപോയി. അവിടുന്ന് ആ ചർച്ച കഴിയുമ്പോഴേക്കന്നെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ആകെ ഒരു അസ്വസ്ഥത. ഞാൻ ഈ ചെയ്തത് വലിയ ഒരു തെറ്റാണല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സൈനിക രഹസ്യമാണല്ലോ ഞാൻ മറ്റൊരാളോട് പറഞ്ഞത്. അദ്ദേഹത്തിന് തന്റെ വീട്ടിലേക്കോ പ്രവാചകന്റെ അടുക്കിലേക്കോ പോകാൻ മനസ്സ് വന്നില്ല. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, നേരെ മദീന പള്ളിയിലേക്ക് ചെന്നു. എന്നിട്ട് മദീന പള്ളിയുടെ ഒരു തൂണിൽ അദ്ദേഹം സ്വയം ബന്ധിതനായി കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തെ ചുറ്റാൻ വേണ്ടി ഭാര്യനോട് പറയാം. അവിടുന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുക, എന്റെ കാര്യത്തിൽ അള്ളാഹു ആയത്തിറക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് എന്റെ ഈ ഒരു കെട്ടടിക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകൂല. അത് കരഞ്ഞുകൊണ്ട് അബൂ ലുബാബ റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അറിഞ്ഞു. പക്ഷെ അള്ളാഹിന്റെ തീരുമാനം എത്തുന്നതുവരെ പ്രവാചകന് ഇടപെടാൻ കഴിയൂല. ദിവസങ്ങൾ കഴിഞ്ഞു. അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ തന്റെ പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടിയും നിസ്കാരത്തിന് വേണ്ടിയും മാത്രം അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് അഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും കെട്ടിയിടും. വീണ്ടും കെട്ടിയിടാം. ഒരു ദിവസമല്ല, ദിവസങ്ങളോളം. അവസാനം ഖുർആനിൽ ആയത്തിറങ്ങി അദ്ദേഹത്തിന്റെ ആ ഒരു തെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു എന്ന നിലക്ക്. ഇതറിഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുള്ള ആ കെട്ടുകൾ അടിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കണം. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം കരഞ്ഞ് നടത്തുന്ന ചില പ്രാർത്ഥനകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം, ജീവിതത്തിൽ ഒരു ചെറിയ ഒരു പാളിച്ച വന്നപ്പോ, ചെറിയ ഒരു പോരായ്മ വന്നപ്പോ അവരത്രയും ബേജാറായിട്ടുണ്ടെങ്കിൽ, നാളെ പരലോകത്ത് അള്ളാന്റെ മുന്നിൽ ഞാൻ നിൽക്കേണ്ടി വരൂലേ എന്ന ഭയപ്പാടാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ട്, ഏതെല്ലാം ഹറാമുകളുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, അത് ഹറാം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഇതില്ലാതെ എങ്ങനെ പറ്റുക? ഇതാ ചോദ്യം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ പറയുന്നത്, നമ്മളിപ്പോ സാമർത്ഥ്യത്തോടുകൂടി സംസാരിക്കുന്നത്, നമ്മളിപ്പോൾ വാക് സാമർത്ഥ്യത്തോടുകൂടി സംവദിക്കുന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കാനാണെങ്കിൽ അള്ളാന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗണ്ടല്ലോ, ഉറപ്പല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയുക? ഇപ്പൊ നമ്മൾ പറയാൻ പറ്റുന്ന ന്യായങ്ങളൊക്കെ അള്ളാന്റെ മുന്നിൽ പറയാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ രക്ഷപ്പെടൂലെങ്കിൽ ഇവിടുന്ന് നമ്മൾ പൂർണ്ണമായി ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നേ പറ്റൂ. ആറാമത്തെ വിഷയം, പ്രതിസന്ധികളിൽ ഞാൻ ആരോടാണ് സങ്കടം പറയുന്നത് എന്നുള്ളത്. അത് നമ്മൾ സ്വയം ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതൊക്കെ സഹായിക്കാൻ ഒരാളുണ്ട്. നിങ്ങൾ അല്ലാഹുൽ തവക്കുലാക്ക്. എന്ത് കാര്യങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിച്ചു. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അതാ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കൂടി സൗർ ഗുഹയിൽ എത്തപ്പെട്ട ഒരു രംഗമുണ്ട്. ശത്രുക്കൾ തങ്ങളെ പിടിക്കുമെന്ന് പറയുന്ന ഘട്ടത്തിലെത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ആ ശത്രുക്കളെങ്ങാനും അവരുടെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കാണും, നമ്മൾ പിടിക്കപ്പെടൂലേ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്സൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നിങ്ങൾ ബേജാറാവണ്ട, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ട്. നമ്മുടെ കച്ചവടത്തിന്റെ വിഷയത്തിൽ, ബിസിനസിന്റെ കാര്യത്തിൽ, കുടുംബപരമായ വിഷയങ്ങളിൽ, രോഗത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളിൽ പല ആളുകളും എന്താണെന്നറിയോ, ആ വിധിയെ കുറ്റം പറയില്ല, അള്ളാനെ കുറ്റം. എന്ത് എന്റെ കാര്യത്തിൽ മാത്രം പഠിച്ചു? ആ പരാതിയാണോ പറയേണ്ടത്? അല്ല, അള്ളാനോട് സഹായം ചോദിക്കാൻ വേണ്ടി. നമ്മൾ മറ്റുള്ളവരോടൊക്കെ സഹായം ചോദിക്കും, അള്ളാനെ കുറിച്ചുള്ള പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എത്ര വലിയ വിരോധാഭാസം! ഇത് പരിഹാരം കാണേണ്ടതാരാ? റബ്ബാണ്. ആ റബ്ബിനോട് നമ്മൾ പറയേണ്ടത്. ആ ഒരു ബോധ്യപ്പെടലാണ് നമുക്കുണ്ട്. ഇതിന്റെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ അല്ലാതെ വേറെ ആരാ നമുക്കുള്ളത്? അല്ലാഹു അല്ലാതെ ആരാ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടി ഭക്ഷണം നൽകുന്ന, നമുക്ക് വേണ്ടി വസ്ത്രം നൽകുന്ന, നമുക്ക് വേണ്ടി ഓക്സിജൻ നൽകുന്ന എന്ത് കാര്യം അത് റബ്ബാണെന്നുള്ളത് കൃത്യമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ.
എങ്കിൽ എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ അതെൻ്റെ റബ്ബിന് മാത്രമേ കഴിയൂ. ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ജീവിക്കാൻ കഴിയണം. 7ാമത്തെ വിഷയം, വാഗ്ദാനങ്ങളും അമാനത്തുകളും ഞാൻ പാലിക്കാറുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാം. ഒരുപാട് ആളുകളോട് പല വാക്കുകളും പറയും, വാഗ്ദാനങ്ങൾ പറയും, കരാർ വെക്കും, പക്ഷെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിന്റെ ലക്ഷണം 3 എണ്ണമാണ്. കപടൻ, അവൻ 3 പ്രത്യേകതകൾ, 3 ലക്ഷണങ്ങൾ അവനുണ്ട്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയും, സംസാരിച്ച കളവേ പറയും. എത്രയോ മനുഷ്യന്മാർ ചിലപ്പോൾ ചില ആൾക്കാരോട് ഇങ്ങനെ പറയും, ഞാനിപ്പോൾ തന്നെ സമയമാകുമ്പോഴേക്ക് വരാം. അയാൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടാവില്ല, ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പറയും, അതാ ഇറങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം നുണകളാ പറയുന്നത്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയും. 2ാമത്തേത് വഇദാ അഖദ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഇദാ തുമിന ഖാന, വിശ്വസിച്ച ചതിക്കും. വിശ്വസിച്ച ചതിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിലുണ്ടോ? നമ്മളെ കുറിച്ച് ഒരാൾക്ക് പറയാൻ അവനുമായിട്ട് ഒരു ഇടപാടും നടത്താൻ പറ്റില്ല. അവര് ശരിയല്ല, സാമ്പത്തികമായിട്ടൊരു നിലക്കും ശരിയല്ല, അയാളെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് നമ്മളെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിൽ കുറവ് വന്നിട്ടുണ്ട്. ആ കുറവുകൾ നമ്മൾ പരിശോധിക്കുക തന്നെ വേണം. 8ാമത്തെ കാര്യം, ഒറ്റക്കിരിക്കുമ്പോൾ എനിക്ക് അള്ളാഹുവിനെ ഭയമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാം. നമ്മളിൽ ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള കാര്യം പറയുന്നത്. എല്ലാവരും ഉള്ള സമയത്ത് തെറ്റ് ചെയ്യൂല, എന്നാൽ ആരുമില്ലാതാകുന്ന സമയത്ത് തെറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നമുക്ക് ഈമാന്റെ കുറവുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് തിഹാമ പർവ്വതത്തോളം നന്മകളുമായിട്ട് ചില ആളുകൾ വരും. തിഹാമ പർവ്വതം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പർവ്വതം, അത്രയും നന്മകളുമായിട്ട് വരും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മകളൊക്കെ പാറ്റിച്ച് കളയും, പൊടിയാക്കി കളയും, ഒന്നും സ്വീകരിക്കും. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, അവരാരാ? ആ നിർഭാഗ്യവാന്മാരായ ആളുകളാരാ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അതെ, നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ അതേ വിഭാഗത്തിൽപ്പെട്ടവരാ, മുസ്ലിം തന്നെയാണ്. എന്നിട്ടോ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹാ, ഒരിങ്ങനെ ജനങ്ങളൊക്കെ ഉള്ള സമയത്ത് നല്ല നല്ല മുത്തഖീങ്ങളായിരിക്കും, എന്നാൽ ഒറ്റക്കായി കഴിഞ്ഞാലോ, രഹസ്യമായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ സ്വഭാവം കൊണ്ട് പുറത്തു വരും. എത്ര കൃത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളൊക്കെ. ഒരു തെറ്റ് ചെയ്യാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ ആ തെറ്റിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി പോകുന്നവരെ പറയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര ആളുകൾക്ക് പറയാൻ പറ്റും, നമ്മുടെ ഫോൺ അതിൽ മോശമായതൊന്നും ഞാൻ കാണാറില്ല. ഫോണിനെ കുറിച്ച് നല്ലോണം അറിയുന്ന ഒരാൾ നിങ്ങളുടെ ഫോണൊന്ന് തരും, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ധൈര്യപൂർവ്വം നോക്കിക്കോ, ഇതിലൊന്നുമില്ല, ഞാനൊന്നും സെർച്ച് ചെയ്തിട്ടില്ല, ഞാനൊന്നും നോക്കിയിട്ടില്ല, എന്റെ കോണ്ടാക്ട് ലിസ്റ്റിലില്ല, എന്റെ വാട്സപ്പ് ചാറ്റിലില്ല, എന്റെ ഫേസ്ബുക്കിലില്ല, ഒന്നിലുമില്ല. അവിടെ നമുക്ക് പോരായ്മണ്ടോ? ഈമാനിൽ കുറവ് വന്നിട്ടുണ്ട്. കാരണം അള്ളാഹ് കാണാന്നുള്ളതാ, ജനങ്ങൾ കണ്ടോ ഇല്ല എന്നുള്ളതല്ല. പലരുടെയും പല വാർത്തകൾ ഇങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ അത്ഭുതത്തോടു കൂടി പറയും, എന്നാലും അയാൾ എങ്ങനെ അങ്ങനെ ചെയ്തത്, എന്തേ ഇയാൾ ഇങ്ങനെയായി പോയത് എന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഹിജാബ് വെച്ച് മറച്ചിരിക്കുക. ഒരു മറക്ക് പിള്ളിയല്ല നമ്മളുള്ളത്. അള്ളാഹു ആ മറ കണ്ട് മാറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പക്ഷേ മറ്റുള്ളവർ മോശമാകുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മോശമാകും. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു സുരക്ഷയിൽ നിൽക്കുകയാണ്. നമ്മുടെ ഭാര്യക്ക് നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പരിചയക്കാർക്ക്, എല്ലാവർക്കും നമ്മളെ കുറിച്ച് നല്ലതാ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല മറയങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ആരുടെയൊക്കെ പേരുകൾ വരുന്നുണ്ടോ അതുപോലെ നമ്മുടെ പേരുകൾ വരും. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടൽ. ആരും കാണാനില്ല. ഒരു പക്ഷേ നമ്മുടെ ഫോണിലൊക്കെ ഇങ്ങനെ ഈ അടുത്തൊരു മെസ്സേജ് വന്നിരുന്നു, നിങ്ങൾ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു പച്ച ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ മെസ്സേജ് കണ്ടപ്പോൾ പലരും ഇങ്ങനെ പരിശോധിച്ചു. എന്തിനാ പരിശോധന? എന്തിനാ പരിശോധന? തൻ്റെ വീഡിയോ കോളോ താൻ വിളിക്കുന്ന കോണ്ടാക്റ്റോ മറ്റോ മറ്റുള്ള ഏതെങ്കിലും മൂന്നാമതൊരാൾ അറിയുന്നുണ്ടോ എന്നൊരു പേടിയാ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രഹസ്യമാക്കുന്നതൊക്കെ ഈ ദുനിയാവിൽ പരസ്യമാകുന്നില്ലെങ്കിലും അള്ളാഹു പരസ്യമാക്കുന്നൊരു ദിവസമുണ്ട്, വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഈമാനുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകുക. അള്ളാഹു അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ മുൻഗാമികൾ എണ്ണിപ്പറഞ്ഞ ചില അളവുകോലുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 8 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 9ാമത്തെ കാര്യം, മറ്റുള്ളവരോടുള്ള എൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്. എൻ്റെ കുടുംബത്തോട്, എൻ്റെ ഭാര്യയോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, അയൽവാസികളോടൊക്കെ അള്ളാഹും റസൂലും പറഞ്ഞ രൂപത്തിൽ തന്നെയാണ്. അതല്ല, നാട്ടുകാരോടൊക്കെ വളരെ നല്ല പെരുമാറ്റം, എന്നാൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യയെ വളരെ മോശമായി സംസാരിക്കുന്ന ആളുകൾ, വളരെ മോശമായ പദങ്ങൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ആളുകൾ, മക്കളെയൊക്കെ മർദ്ദിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന ആളുകൾ. ഒരു പക്ഷേ നമ്മളൊക്കെ ഇങ്ങനെ ദീനിയായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പുച്ഛത്തോടു കൂടി കാണുന്നുണ്ടാവും. നിങ്ങളൊക്കെ എന്ത് കേട്ടിട്ടെന്താ വാപ്പ, നിങ്ങളുടെ ജീവിതം എങ്ങനെയല്ലേ? പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കുടുംബക്കാരോടൊക്കെ പെരുമാറ്റങ്ങൾ എന്താണ്? മുസ്ലിം എന്ന നിലക്ക് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ്? ആ ഒരു നിലക്ക് പരിശോധന നടത്തുകൂടി ചെയ്യേണ്ടതുണ്ട്. 10ാമത്തെ വിഷയം, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം ലഭിക്കാറുണ്ടോ? തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് കുറ്റബോധമുണ്ടോ എന്നുള്ളതോടൊപ്പം തന്നെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാകും. ഓരോന്ന് ചെയ്യുമ്പോൾ ഒരു പ്രാഗി പറഞ്ഞുകൊണ്ട് ചെയ്യല്ല വേണ്ട. എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു സ്വതക്ക ചോദിക്കുന്ന സമയത്ത് അതങ്ങനെ കൊടുത്തിട്ട് പ്രാഗി പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകും. നിങ്ങൾക്കറിയുമോ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ആർക്കും പുണ്യം നേടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ പുണ്യമായിട്ട് കൊടുക്കേണ്ടത്, ധർമ്മമായിട്ട് ചെയ്യേണ്ടത്. ഈ ആയത്തിറങ്ങിയതും ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരുപാട് തോട്ടങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വിലയേറിയ ഒരു തോട്ടമായിരുന്നു മദീന പള്ളിയുടെ മുമ്പിലുണ്ടായിരുന്ന ബൈറുഅ എന്ന് പറയുന്ന തോട്ടം. ഏറ്റവും വിലയുള്ളത്. എത്രത്തോളം എന്നാൽ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയിരിക്കാറുണ്ട്. സ്വഹാബത്ത് അവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. എല്ലാവരും ആഗ്രഹിച്ച് നടക്കുന്ന ഒരു തോട്ടം. അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, അള്ളാഹിന്റെ റസൂലെ, ഞാൻ ഇങ്ങനെ ഒരു ആയത്ത് കേട്ടു. നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കേണ്ടത്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? ഈ ബൈറുഅ തോട്ടാണ്. അത് ഞാനിതാ ഇസ്ലാമിന് നൽകുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ വിലയുള്ളത്, ഒരു മടിയും കൂടാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാ, അതാ ഞാൻ കൊടുക്കുക. ഇനി ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധർമ്മം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മുടെ പോക്കറ്റിൽ നിന്നിങ്ങനെ 500-ന്റെയും 200-ന്റെയും 100-ന്റെയും 50-ന്റെയും ഒക്കെ മാറ്റിയിട്ട് ഒരു 10, ഇനി 5 ഉണ്ടെങ്കിൽ ആ 5 കൊടുക്കുക. ഞാൻ കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്തത് കൊടുക്കുക. അതിൽക്ക് ആവശ്യമുള്ളതല്ലേ എന്ന് പറയും. എന്നാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതാ കൊടുക്കണ്ടേ. അതാണ് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഈമാനുള്ള ആളുകളുടെ ലക്ഷണം. പ്രിയപ്പെട്ടവരെ, ഈ 10 കാര്യങ്ങൾ അത് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുകയും നമ്മുടെ ഈമാനിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ നികത്തിക്കൊണ്ട് തന്നെ പോകാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു ഈമാനുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.